മഞ്ഞിനിക്കര തീർത്ഥയാത്രയ്ക്ക് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ സ്വീകരണം നൽകി. 200-ൽ പരം വിശ്വാസികളാണ് തീർത്ഥയാത്രയിൽ പങ്കെടുക്കുന്നത്. വിൽസൺ ഫിലിപ്പ്, കോറപ്പിസ്കോപ്പ, ജയമോൻ എന്നിവരാണ് യാത്രയ്ക്ക് നേതൃത്വം നൽകുന്നത്. യാക്കോബായ സുറിയാനി സഭയുടെ മുംബൈ ഭദ്രാസനത്തിൽ നിന്നുള്ള മഞ്ഞിനിക്കര തീർത്ഥയാത്രാ സമൂഹത്തെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ കോഴിക്കോട് സെന്റ് മേരീസ് യാക്കോബായ കത്തീഡ്രൽ വികാരിയും ഭദ്രാസന സെക്രട്ടറിയുമായ ഫാദർ ഫിലിപ്പ് ജോണിന്റെയും ഇടവക ഭാരവാഹികളുടെയും വിശ്വാസികളുടെയും നേതൃത്വത്തിൽ സ്വീകരിച്ചു. യാത്രാംഗങ്ങൾക്ക് പ്രഭാത ഭക്ഷണവും നൽകി. മുംബൈ ഭദ്രാസന സെക്രട്ടറി വിൽസൺ ഫിലിപ്പ്, കോറപ്പിസ്കോപ്പയുടെയും ജനറൽ കൺവീനർ ജെയ്മോന്റെയും നേതൃത്വത്തിൽ റവറന്റ് ഫാദർ എൽദോസ് ഇടപ്പാട്, ഫാദർ ഗീവർഗീസ് മാവിനാൽ, ഫാദർ സജി സാമുവേൽ എന്നിവരുൾപ്പെടെ 200-ൽ പരം വിശ്വാസികളാണ് മഞ്ഞിനിക്കരയിൽ ഖബറടക്കിയിരിക്കുന്ന ഇഗ്നാത്തിയോസ് ഏലിയാസ് തൃതീയൻ ബാവയുടെ തിരുക്കബറിനെ ലക്ഷ്യമാക്കി തീർത്ഥയാത്ര നടത്തുന്നത്. വളരെ അനുഗ്രഹകരമായി കോഴിക്കോട് സെന്റ് മേരീസ് യാക്കോബായ സുറിയാനി കത്തീഡ്രൽ ഇടവകയിലെ ബഹുമാനപ്പെട്ട അധികാരിയും എല്ലാ വിശ്വാസികളും ചേർന്ന് തീർത്ഥയാത്രയെ സ്വീകരിച്ചതുമായി വിജയമായി നടത്തി ഭദ്രാസന മെത്രാപ്പൊലീത്തയ്ക്ക് വേണ്ടി ഭദ്രാസനത്തിന് വേണ്ടി വളരെ വിനയത്തോടെ സമർപ്പിക്കുന്നു. കോഴിക്കോട് സെന്റ് മേരീസ് യാക്കോബായ സുറിയാനി പള്ളി ട്രസ്റ്റി PC തോമസ്, NK പൗലോസ്, CU ജോബ്, TT ഏലിയാസ്, ഷവലിയർ C ചാക്കുണ്ണി, CC മനോജ് എന്നിവർ സ്വീകരണത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. മുതിർന്ന മാധ്യമപ്രവർത്തകൻ റഹീം പൂവാട്ടുപറമ്പിന്റെ നിര്യാണത്തിൽ കോഴിക്കോട്ടെ മാധ്യമ